ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതിയുടെ ഓർഡർ, ഹൈക്കോടതിയിലെ പ്രത്യേകമായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഡിവിഷൻ ബെഞ്ചിലാണ്ട് ഓർഡർ പുറത്തു വന്നിരിക്കുന്നു. ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് സി എസ് സുധയുടെയും ബെഞ്ചാണ് ആ ഉത്തരവിട്ടിരിക്കുന്നത്. മലയാള സിനിമയിലെ പല നടന്മാരുടെയും പേരിൽ ആരോപണം ഉന്നയിച്ചിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പല നടിമാരും. ഈ സംഭവം അന്വേഷണം നടത്തി അതിനുശേഷം ഗവൺമെൻറ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു. അതവിടെ പൂഴ്ത്തി വച്ചിട്ട് ഏകദേശം 4.25 വർഷമായി. കൃത്യമായിട്ട് പറഞ്ഞാൽ 4 വർഷവും 8 മാസവും 19 ദിവസവുമായി എന്നുള്ളതാണ്. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയിലെ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തതാണ് എന്നൊക്കെ അന്നത്തെ മന്ത്രിമാരൊക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷേ ഈ റിപ്പോർട്ട് അവിടെ പൂഴ്ത്തി വെച്ചത് കൾച്ചറൽ വകുപ്പ് മന്ത്രിയുടെ കീഴിൽ പൂഴ്ത്തി വെച്ചു. വിവരാവകാശ കമ്മീഷന് ഇത് റിലീസ് ചെയ്യാൻ ഉത്തരവിട്ടപ്പോൾ അതിനകത്ത് പ്രൈവസി ലോയ്ക്ക് എതിരായിട്ടൊന്നും വരരുത്, ആൾക്കാരുടെ പേര് വെളിവാക്കരുത്, പീഡനത്തിന് ഇരയായ നടികളുടെ പേര് വരരുത്, അതിൻ്റെ പ്രതികളുടെ പേര് വരരുത് എന്നൊക്കെയുള്ള ചില നിർദ്ദേശങ്ങളും ഇവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ആ റിപ്പോർട്ട് ഏകദേശം അതിലെ 1/3 കാര്യങ്ങൾ പുറത്തു വിട്ടു. അത് വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു പ്രൊഡ്യൂസർ ഹൈക്കോടതി കൊണ്ടൊരു കേസ് കൊടുത്തു. രഞ്ജിനി എന്ന നടി ചില പ്രശ്നങ്ങൾ ഉയർത്തിയിരുന്നു. പ്രൈവറ്റായിട്ട് പലരും ഈ റിപ്പോർട്ട് പുറത്തു വിടണം എന്ന് ഹൈക്കോടതിയിൽ അപേക്ഷിച്ചു. എന്തായാലും ഒരു എഡിറ്റ് ചെയ്ത കുറേ ഭാഗങ്ങൾ വെളിയിൽ വന്നു വിവരാവകാശ കമ്മീഷൻ്റെ ഇടപെടൽ മൂലം. അത് വലിയ വിവാദമാകും ഇത് വിട്ടാൽ, അല്ലെ അത് വല്ല പുകലുണർത്തും എന്നുവരെ ഞാൻ പല പ്രാവശ്യം പറയുകയും ചെയ്തു. എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ ആ മുഴുവൻ റിപ്പോർട്ടും ഹൈക്കോടതി ഹാജരാക്കാൻ പറഞ്ഞു. അത് സീൽഡ് കവറിലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുമ്പിൽ ഹാജരാക്കി. ആ ഹാജരാക്കിയ ശേഷമാണ് ഹൈക്കോടതി ഒരു ലേഡിയും കൂടെ ഉൾപ്പെടുന്ന ഒരു ബെഞ്ച് ഇത് പരിഗണിക്കുന്നതാണ് ഉചിതം എന്ന് കണ്ടിട്ടാണ് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് സി എസ് സുധ അടങ്ങിയ ബെഞ്ചിനെ ഇത് ഏൽപ്പിക്കുന്നത്. നമുക്കറിയാം എ കെ ജയശങ്കരൻ നമ്പ്യാർ ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ജഡ്ജാണ്. അദ്ദേഹം കൃത്യമായി ഇത് പരിശോധിച്ച് ഉത്തരവുണ്ടാകുമെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക ഉത്തരവ് വെളിയിൽ വന്നു ഇന്നലെ. അദ്ദേഹം പറഞ്ഞത് ഈ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇതേപ്പറ്റി അന്വേഷിക്കാൻ ഏൽപ്പിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിൽ അവർക്കിത് കൈമാറാം, നിങ്ങളിത് പരിശോധിക്കുക. ഇതിനോടൊപ്പം ഹേമ കമ്മിറ്റിയിലെ സമയത്ത് അവിടെയുള്ള പലരും ഹാജരാക്കിയ ഓഡിയോ വീഡിയോ ദൃശ്യങ്ങൾ, ചില ഷോട്ടുകൾ, അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം ഇതോടൊപ്പം ഈ അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഹാജരാക്കണമെന്ന് ഒരു ഡയറക്ഷൻ ഗവൺമെൻറ് കൊടുത്തു. ഗവൺമെൻറ്റിലെ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയറായ 3-4 ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് അവരിത് എഡിറ്റ് ചെയ്ത് ലോ ഓഫ് പ്രൈവസിക്കും മറ്റും ഇതിനകത്ത് ഒരാൾക്ക് ആ പ്രൊട്ടക്ഷൻ ലഭിക്കത്തക്ക രീതിയിൽ അവരിത് എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് വെളിയിൽ വന്നിരിക്കുന്നത്. പക്ഷേ മുഴുവൻ റിപ്പോർട്ട് ഹൈക്കോടതി ചോദിച്ചു വാങ്ങി. ഇതിനകത്ത് ഇനി ആഡ് ചെയ്യാനുള്ള അതിൻ്റെ ഓഡിയോ വീഡിയോ സന്ദേശങ്ങൾ, വാട്സാപ്പുകൾ, ചില സ്ക്രീൻഷോട്ടുകൾ, ചില ശബ്ദ സന്ദേശം, ഇതെല്ലാം കൂടെ ചേർത്ത് വേണം പുതിയ അന്വേഷണ ഏജൻസിക്ക് ഏൽപ്പിക്കാൻ. കേരളത്തിലെ പല നടിമാരും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നു എന്നറിഞ്ഞപ്പം
അതിനകത്ത് നിയമപരമായ നടപടികളുണ്ടാകും എന്ന് മനസ്സിലാക്കിയപ്പം ഏകദേശം 18ഓളം പേര് തുറന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു പോലീസിലേക്ക് കേസ് കൊടുത്തു. മുകേഷ് ഉൾപ്പെടെ സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ അവിടെ വന്നു. ഏതായാലും അവർ ആ കേസുകളെ ഡിഫെൻഡ് ചെയ്ത് തുടങ്ങി. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇവർ പരാതി പറഞ്ഞവരാണോ കുറച്ച് പേരെങ്കിലും ഉണ്ടാവാം, അല്ലാത്തവരും ഉണ്ടാകാം. എന്തായാലും മലയാള സിനിമയിലെ ഏറ്റവും മുന്തിയ നടന്മാർക്കൊക്കെ എതിരായിട്ട് ആരോപണം വന്നു കഴിഞ്ഞിരിക്കുന്നു. ലൈംഗിക പീഡനത്തിൽ പലരും ഇരയായി. ഇനി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ആ ഒറിജിനൽ റിപ്പോർട്ടിനകത്തുണ്ട്. അതുകൂടെ വെളിയിൽ വരും. അപ്പോൾ കോടതി പറയുന്നത് ഇതിനകത്ത് കോഗ്നിസൻസ് എടുക്കാൻ ഉള്ള കേസുകളിൽ കൃത്യമായിട്ട് FIR വേണം എന്നൊരു ഡയറക്ഷൻ വന്നിട്ടുണ്ട്. അതിന് നടപടി എടുക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും FIR എടുക്കേണ്ടി വരും. ദേഹത്ത് പിടിച്ചു, തൊട്ടു പിടിച്ചു എന്നൊക്കെയുള്ള കാര്യത്തെപ്പറ്റി 354 IPC പ്രകാരമുള്ള കേസുകൾ വരും. അതൊക്കെ ചിലപ്പം ബെയിലബിൾ ആകാം. 376 റേപ്പ് ഉൾപ്പെടെയുള്ളത് വരാം. പോക്സോ കേസ് വരാൻ സാധ്യതയുണ്ട്. ഇത് സെക്ഷൽ ഒഫൻസസ് ആണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. ഇനി പലർക്കും പൈസ കൊടുക്കാതെ പറ്റിച്ചു, ചെക്ക് കൊടുത്തിട്ട് ഡിസോണർ ചെയ്ത് പണം കിട്ടാതെ വന്നത്, അവരെ അവഹേളിച്ചത്, അവരെ മോശക്കാരിയായിട്ട് ചിത്രീകരിച്ചത്, അങ്ങനെയുള്ള ദേഹത്ത് തൊടാതെയുള്ള കാര്യങ്ങൾ വേറെയും വരും. അവരെ ഭീഷണിപ്പെടുത്തിയത്, ഇൻറ്റിമിഡേഷൻ. 354 കൂടെ 506, 509 IPC ഒക്കെ വരാം. പിന്നെ 420 വരാം, 420 ചീറ്റിങ്, ചെക്ക് കൊടുത്തിട്ട് ഡിസോണർ ചെയ്ത്. ഇങ്ങനെയുള്ള നിരവധി കേസുകൾ അല്ലെങ്കിൽ കംപ്ലൈൻറ്റുകൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ആ രീതിയിലുള്ള കേസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. FIR എടുത്ത് അന്വേഷിക്കേണ്ട കേസുകൾ ധാരാളം ഉണ്ടാവും. അതുകൊണ്ട് അന്വേഷണ ടീമിനെ എടുത്ത് ഇനി ആ റിപ്പോർട്ട് അതേപടി സീൽ ചെയ്തത് കോടതിയെ ഏൽപ്പിക്കുകയാണ്. കോടതി അത് തുറന്നിട്ടില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ പരിശോധിക്കുക, അതിനകത്ത് കേസെടുക്കേണ്ടത് എടുക്കുക, എന്നിട്ട് ഹൈക്കോടതിയിലോട്ട് റിപ്പോർട്ട് ചെയ്യുക. അതാണ് അതിൻ്റെ കൃത്യമായ ഒരു ട്രാക്ക്. കോഗ്നിസൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പോലീസ് കേസെടുക്കട്ടെ. അതിൻ്റെ കണ്ടൻസുകളൊന്നും വെളിയിൽ ഇനി പറയാൻ പാടില്ല. രഹസ്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ സൂക്ഷിക്കണം. അതേസമയത്ത് ഇതിനകത്ത് വിവരങ്ങൾ പുറത്തു വരും. മാധ്യമത്തിനെ വിലക്കിയിട്ടില്ല, കോടതി അതിന് തയ്യാറായില്ല. ഫോർത്ത് എസ്റ്റേറ്റ് അവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ എന്നാണ് ഏറ്റവും സീനിയറായ ഹൈക്കോടതി ജഡ്ജിയുടെ ചിന്ത. അതുകൊണ്ടാണ് മാധ്യമത്തിനെ ഒന്നും വിലക്കിയിട്ടില്ല. എന്നാലും എല്ലാവരും ആ പ്രൈവസി ലോയ്ക്ക് എഗൻസ്റ്റായിട്ടൊന്നും പോകരുത്. അത് മാധ്യമങ്ങൾ കാത്തു സൂക്ഷിക്കണം. പോലീസ് ഉദ്യോഗസ്ഥർ ഈ വിവരങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കണം. കണ്ടെത്തിയ വിവരങ്ങൾ അത് പബ്ലിക്കാകുന്നത് കുറ്റച്ചാർജ് കൊടുത്തു കഴിയുമ്പം പബ്ലിക്കാവും. അതുകൊണ്ട് കൃത്യമായ ഡയറക്ഷൻ ഹൈക്കോടതി ഇക്കാര്യം കൊടുത്തു കഴിഞ്ഞു. ഏതായാലും മൊഴി നൽകി കേസെടുക്കേണ്ടവരെ മൊഴി വാങ്ങിച്ച് സ്പെഷ്യൽ ടീം കേസെടുക്കും. സ്പെഷ്യൽ ടീമിൻ്റെ പ്രവർത്തനം പെട്ടെന്നൊന്നും തീരില്ലെന്ന് ഞാൻ കരുതുന്നത്. അത് 1 വർഷം വരെ നീളാനുള്ള സാധ്യത കൂടുതലാണ്. അതിനകത്ത് ഏകദേശം 10, 60, 70 ആൾക്കാരോളം മൊഴി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എത്ര കേസ് എടുക്കേണ്ടി വരും എന്നൊക്കെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളെ നമുക്കറിയാൻ ഒക്കുള്ളൂ. ഓരോന്ന് പരിശോധിക്കും അന്വേഷണ ടീം. അതിൻ്റെ കണ്ടൻസ് അനുസരിച്ച്, അതിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് കേസെടുക്കാൻ അതിൻ്റെ ആൾക്കാരെ, മൊഴി കൊടുത്തവരെ രഹസ്യമായി പോയി കണ്ട് അവരുടെ അനുവാദത്തോടു കൂടി കേസ് എടുത്ത് ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യണമോ എന്നവർ പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രൊസീഡ് ചെയ്യും. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് അവർ എഴുതി കൊടുക്കേണ്ടി വരും. ഏതായാലും ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഈ കോഗ്നിസബിൾ ഒഫൻസിൻ്റെ കൂമ്പാരം ഉണ്ടായിട്ട് അത് മൂടിക്കെട്ടി അവിടെ വെച്ചതെന്ത്? സമാധാനം പറയേണ്ടി വരും. അന്നത്തെ മന്ത്രി സമാധാനം വരേണ്ടി വരും. ഇന്നത്തെ മന്ത്രി സമാധാനം വരും. കൾച്ചർ വകുപ്പിൻ്റെ മന്ത്രി കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിലും ഈ ഗവൺമെൻറ് കാലത്തിലും 2 വ്യത്യസ്ത ആൾക്കാരാണ്. അവർ സമാധാനം പറയേണ്ടി വരും. ഇത് പരിശോധിച്ച ഉദ്യോഗസ്ഥർ സമാധാനം പറയേണ്ടി വരും. കാരണം അവർ പരിശോധിക്കുമ്പം സീനിയറായിട്ടുള്ള ആ വകുപ്പിലെ മേലധികാരികളാണ്. അവരിതിനകത്ത് കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടെന്ന് കണ്ടാൽ അവരും അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരതിന് നടപടിക്ക് ശുപാർശ ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല. അതിനു പകരം ഇതിനകത്ത് VIPകൾക്കെതിരായിട്ടുള്ള ഏതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് സപ്രസ് ചെയ്ത് വെച്ചിരിക്കാം സാധ്യത കൂടുതലായതുകൊണ്ടാണ് കാരണം അവർ സമാധാനം പറയേണ്ടി വരും. അതിലേക്ക് ഹൈക്കോടതി വരും.
അത് ഈ സ്പെഷ്യൽ റിപ്പോർട്ട് സ്പെഷ്യൽ ടീം അവരുടെ പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പം ഹൈക്കോടതിയുടെ നടപടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. WCCയുടെ പ്രവർത്തനം ശ്ലാഘിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവർ ഒറ്റപ്പെട്ടു, പലർക്കും സിനിമയിൽ അവസരം നഷ്ടപ്പെട്ടു. അവരെ ശക്തിയുക്തം സിനിമാ മേഖലയിലെ ചില ആൾക്കാരെ എതിർത്തു, പലരെയും സിനിമയിൽ നിന്ന് ഔട്ടാക്കി, പലർക്കും ജീവിതമാർഗ്ഗം ഇല്ലാതെ വന്നിട്ടുണ്ട്. പലരെയും ഇപ്പോൾ അധികം ചില സിനിമയിൽ നിന്നൊക്കെ പുറത്താക്കി, പകുതി അഭിനയിച്ച ശേഷവും പുറത്താക്കിയവരുണ്ട്. കാരണം അതിൻ്റെ ചുക്കാൻ പിടിച്ച 3-4 മലയാളി നടിമാരെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാരണം അവർ ഒത്തിരി സഫർ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിനെ കൊണ്ട് അവർ ഒരു കമ്മിറ്റിയെ രൂപീകരിക്കാൻ അവരുടെ നിർബന്ധമായ ആവശ്യത്തിന് ആണ് ഗവൺമെൻറ് വഴങ്ങിയത്. കാരണം ഹൈക്കോടതി ഒരു വാക്കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സ്ത്രീകൾ മൈനോറിറ്റി അല്ല, അവർ മെജോറിറ്റിയാണ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് CS സുധയുടെയും അവരുടെ ആ കമൻ്റാണ്. കാരണം കേരളത്തിൽ നമുക്കറിയാം ഏകദേശം 1000 പുരുഷന്മാർക്ക് 1100-1200 സ്ത്രീകളുണ്ട്, 1100 ശിഷ്ടം സ്ത്രീകളുണ്ട്. അപ്പം അവരാണ് മെജോറിറ്റി. അത് ആ ഒരർത്ഥത്തിൽ തന്നെയാണ് ഹൈക്കോടതി അത് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആ WCCയിലെ അംഗങ്ങളുടെ പ്രവർത്തനം തീർച്ചയായിട്ടും ശ്ലാഘിക്കേണ്ടതാണ്. മലയാള സിനിമയിലെ ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെ കണ്ടെത്തി അവർക്കെതിരായിട്ട് നിയമ നടപടികളുടെ തുടക്കം കുറിച്ചിരിക്കുന്നു. ഇതിൻ്റെ മറപിടിച്ച് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലുള്ള സിനിമാ രംഗത്തും ഉണ്ട്. ബോംബെയിലും ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ ഉണ്ട്, ബാംഗ്ലൂരും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇതുപോലെ ഈ WCCയുടെ പ്രവർത്തനഫലമായി രൂപീകരിച്ച ഏമ കമ്മിറ്റി പോലെ അവിടെയും ഇങ്ങനെയുള്ള കമ്മിറ്റികളുണ്ടാക്കി അവർക്ക് ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുകൂടി ഇപ്പം പല സിനിമാ മേഖലയിലും ഉള്ളവർ, മറ്റ് സ്റ്റേറ്റിലുള്ളവർ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഇന്ത്യക്ക് മാതൃകാപരമായ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൽ നിന്ന് എന്തൊക്കെയാണ് ഒരു സിനിമാ സംവിധായകർക്കും അല്ലെങ്കിൽ സിനിമാ നടിമാർക്കും സിനിമാ ടെക്നീഷ്യന്മാർക്കും ലഭിക്കേണ്ട പ്രൊട്ടക്ഷൻ, ജോലിയിലുള്ള വേതനം, ഇവയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഈ ഏമ കമ്മിറ്റിയിൽ നിർദ്ദേശമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതേ നിർദ്ദേശങ്ങൾ മറ്റ് സ്റ്റേറ്റുകളിൽ നടപ്പാക്കാനുള്ള ശ്രമം ഇന്ത്യയിൽ നടക്കുന്നത് തീർച്ചയായിട്ടും സിനിമയുടെ മേഖലയിലുള്ളവർക്ക് വളരെ ആശ്വാസകരവും അവർക്ക് അത് വലിയ സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.